നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഇടതടവില്ലാതെ മിസൈൽ വർഷിച്ചും ബോംബിട്ടും ഡ്രോണുകളും സൈനിക വാഹനങ്ങളും ഉപയോഗിച്ചും പലസ്തീൻ ജനതയെ കൊന്നൊടുക്കുന്നത് തുടരുകയാണ് ഇസ്രായേൽ. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാരെ പ്രത്യേകമായി ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ. എല്ലാം നഷ്ടപ്പെട്ട ജനതയുടെ അവസാന ആശ്രയമായ അഭയാർത്ഥി ക്യാമ്പുകളാണ് സയനിസ്റ്റ് നരമേധർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. രക്തരൂക്ഷിതമായ 24 മണിക്കൂറാണ് കഴിഞ്ഞുപോയത്. എങ്ങും പരിക്കേറ്റവർ, ചിതറിത്തെറിച്ച മൃതദേഹങ്ങൾ. ചോരക്കളമാണ് ഗസ. വടക്കൻ ഗസ മുനമ്പിലെ അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിന് നേരെ സയനിസ്റ്റുകൾ നടത്തിയ ആക്രമണത്തിൽ 50ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ പകുതിയിലേറെയും കുട്ടികളും സ്ത്രീകളും വയോധികരുമാണ്. ആക്രമണത്തിൽ ബഹുനില ജനവാസ കെട്ടിടം ഉൾപ്പെടെ തകർന്നു. വടക്കൻ ഗസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭവനരഹിതരായ പലസ്തീനികളാണ് ഇവിടെ വസിച്ചിരുന്നത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കുകളുമുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. സാധാരണക്കാരായ ആളുകളുടെ സഹായത്തോടെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. 1948 സ്ഥാപിച്ച ആൽ ഷാദി കേന്ദ്രം ഗസയിലെ ഏറ്റവും പഴക്കമുള്ളതും വലുതുമായ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒന്നാണ്. ഗസയിലെങ്ങും കനത്ത ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അൽമവാസിലെ ടെന്റ് ക്യാമ്പുകൾക്ക് നേർക്കുണ്ടായ മിസൈൽ വർഷത്തിൽ 25 പേരും കൊല്ലപ്പെട്ടു. 50ഓളം പേർക്ക് പരിക്കുമേറ്റു. കുട്ടികളും സ്ത്രീകളും അഭയം തേടിയിരുന്ന താൽക്കാലിക ടെന്റുകൾക്ക് നേരെ 2 മിസൈലുകളാണ് ഇസ്രായേൽ സൈന്യം പ്രയോഗിച്ചത്. ആദ്യ ആക്രമണത്തെ തുടർന്ന് ക്യാമ്പിന് പുറത്തിറങ്ങിയവർക്ക് നേരെ വീണ്ടും മിസൈൽ അയച്ച് കൂട്ടക്കൊല ചെയ്യുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ ഉദ്ധരിച്ച AAP റിപ്പോർട്ടും വന്നിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ 101 പേർ കൊല്ലപ്പെട്ടതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഇത് മൃതദേഹങ്ങളുടെ മാത്രം കണക്കാണെന്നും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന ജീവനുള്ളതോ ജീവൻ വേർപെട്ടു പോയതോ ആയ പലസ്തീനികളെ ഇതിൽ ഉൾപ്പെടില്ലെന്നും വൃത്തങ്ങൾ പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ 169 പേരെയാണ് പരിക്കുകളോടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഇന്നലെയാണ്. ഇതോടെ ഒക്ടോബർ 7 തുടങ്ങിയ ആക്രമണത്തിൽ ഇതുവരെ 37,551 പലസ്തീനികളാണ് ഗസയിൽ മാത്രം കൊല്ലപ്പെട്ടത്. 85,000 പേർക്ക് പരിക്കേറ്റു. വെസ്റ്റ് ബാങ്കിന് 552 പേരും കൊല്ലപ്പെട്ടു. 5,200 പേർക്ക് പരിക്കുമേറ്റു. 10,000ഓളം പേരെയാണ് പലസ്തീൻ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്കിൽ നിന്ന് സയനിസ്റ്റ് അധിനിവേശ സൈനികർ നിയമവിരുദ്ധമായി പിടിച്ചുകൊണ്ടുപോയത്. അതിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ നിയമവിരുദ്ധമായി കുടിയേറിയ ഇസ്രായേലിയെ കൊല്ലപ്പെട്ട നിലയിലും കണ്ടെത്തി. പലസ്തീൻ പോരാളികളാണ് സംഭവത്തിന് പിന്നിലെന്ന് ഇസ്രായേൽ ആരോപിച്ചു. കാർ ഓടിച്ചു പോവുകയായിരുന്ന ഇയാളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. സംഭവത്തിന് ശേഷം വാഹനത്തിന് തീയിടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.